ഫോർ വീൽസ് യൂസ്ഡ് കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വണ്ടി 2011 മോഡൽ പോളോയാണ്. 2011 മോഡൽ ബേസ് മോഡലാണ്. ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം. വണ്ടിയുടെ ഫ്രണ്ടോട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അല്പം സ്ക്രാച്ച് ഉണ്ട്. ടയർ ഭാഗമെല്ലാം നമുക്ക് ഏകദേശം 80-85% ടയർ ഭാഗമുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക് ഡോറിൻ്റെ വൈൻഡർ ചെറിയ രീതിയിൽ കംപ്ലൈൻ്റ് ഉണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പം വണ്ടി ക്ലീനാണ്, വേറെ സീനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ്, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. ഹെഡ്ലൈറ്റ് ചെറിയ രീതിയിലൊരു മങ്ങലുണ്ട്. എൻജിൻ റൂം നോക്കുമ്പോൾ പക്ക ക്ലീനാണ്, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എൻജിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നം നമുക്ക് ഈ വണ്ടിക്ക് പറയാനില്ല. ബാറ്ററി എല്ലാം പക്കയാണ്. പിന്നെ നമ്മുടെ എയർ ഫിൽറ്റർ എക്സ്ട്രാ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ കാണുന്നത്. കിലോമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ 88,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ എൻജിൻ്റെ ഒരു സിഗ്നൽ കാണിക്കുന്നത് അത് സൈലൻസ് സംബന്ധമായിട്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് കാണിക്കുന്നത്. അല്ല വേറെ എൻജിൻ സംബന്ധമായിട്ട് പ്രശ്നം വണ്ടിക്ക് നിലവിലില്ല. അത് നമുക്ക് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം നല്ല മ്യൂസിക് സിസ്റ്റം ഇൻബിൽഡാണ്. എല്ലാ സ്പീക്കേഴ്സും കേൾക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇൻറ്റീരിയൽ ഭാഗം അത്യാവശ്യം ക്ലീനാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും ക്ലീനാണ്. അത്യാവശ്യം നല്ല മൊത്തത്തിൽ അത്യാവശ്യം ക്ലീനായിട്ടുള്ള ഒരു വണ്ടിയാണ്. 2011 മോഡൽ പോളോ. ഇതിൻ്റെ സൈലൻസിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ഇതാണ് സൈലൻസറിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ സൗണ്ട് വരുന്നത്. പുകയോ മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. ഇത് സ്റ്റിക്കറാണ് മേളിലോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വാഹനം ആവശ്യമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം വിൽക്കുകയാണെങ്കിൽ നമ്മളെ സമീപിക്കാം. വേറെ ഏത് ഈ വാഹനമായാലും നമ്മളെ സമീപിച്ചാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.